എനിക്കറിയില്ല, നമുക്ക് അന്വേഷിക്കാം. ഓക്കെ, നമുക്കിപ്പോ തന്നെ അന്വേഷിക്കാം. അതെ, ഇത് ഞങ്ങളുടെ ഓഫീസിൽ തന്നെ അയച്ചാണല്ലോ. എന്താ പ്രശ്നം? ഇത് ഇന്നലെയാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ ആരാണ് ഇത് അയച്ചതെന്ന് ഒന്ന് അറിയാൻ കഴിയുമോ ചേട്ടാ? അതെന്തിനാ നിങ്ങൾ അറിയുന്നത്? അയ്യോ ചേട്ടൻ തെറ്റിദ്ധരിക്കണ്ട. ഈ പാർസൽ വന്നപ്പോ ഇതിൽ ഫ്രം അഡ്രസ് ഉണ്ടായിരുന്നില്ല. അയക്കുന്ന ആളിന്റെ പേര് വിവരങ്ങൾ നൽകാതെ കൊറിയർ പോവാറുണ്ടോ? അങ്ങനെ പോകാറില്ല. പാഴ്സലിൽ പേര് വെച്ചിട്ടില്ലെങ്കിലും അയക്കാനെത്തുന്ന ആളിന്റെ പേരും വിലാസവും ഞങ്ങൾ എഴുതി വെക്കാറുണ്ട്. ചിലപ്പോ ഒരാളാകാം, അല്ലെങ്കിൽ സ്ഥാപനമാകാം. എങ്കിൽ എത്രയും വേഗം ഇത് അയച്ചു തന്ന ആളുടെ പേരെടുത്തെന്ന് ഞങ്ങളൊന്ന് സഹായിക്കണം ചേട്ടാ. അയച്ച ആളിന്റെ പേര് മിസ് നന്ദിനി. നമ്മുടെ പഴയ നന്ദിനി ടീച്ചറോ? നന്ദിനി ടീച്ചർ ജോലി കിട്ടി ബോംബെയിൽ ഒരു സ്കൂളിലല്ലേ? ആ വീട് മറ്റൊരാൾ വാങ്ങുകയും ചെയ്തു. ഈ മിസ് നന്ദിനി നേരിട്ടാണോ അയച്ചത്? അതെ, അവരെന്നെയാണ് ഏൽപ്പിച്ചത്. പക്ഷേ ടീച്ചർ സ്ഥലത്തില്ലല്ലോ. എങ്കിലതറിയണം. ഇവരാണോ പാർസൽ അയച്ച മിസ് നന്ദിനി? ഇവരല്ല, വേറെ സ്ത്രീയാ. ഈ സ്ത്രീയാണോ? ഈ സ്ത്രീയും അല്ല, വേറെ സ്ത്രീയാ. ആ സ്ത്രീ ഏത് വാഹനത്തിലാ വന്നത്? കാറാണോ ടൂ വീലറാണോ? കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? അതൊന്നും എനിക്കറിയില്ല. പിടിക്കും. വെറുതെ സമയം കളയാനായിട്ട്.